നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു വീഡിയോയുമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ബദാമില്ലേ, എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ ബദാമിനെ പറ്റി. കാരണം നമ്മുടെ നാടിൻ്റെ തൊടിയിലൊക്കെ ഈ തണലിന് വേണ്ടി വെച്ച് പിടിപ്പിക്കാറുണ്ട്. ആ ബദാമിൻ്റെ കായ പണ്ടൊക്കെ ഞങ്ങൾ ഒക്കെ തല്ലി പൊട്ടിച്ച് കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഉള്ള കുട്ടികളൊന്നും അതൊന്നും പൊട്ടിച്ചൊക്കെ കഴിക്കാൻ അപൂർവമാണ്. കാരണം അതിനേക്കാൾ മെച്ചമായ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലോ എന്ന് വെച്ചാൽ അതൊന്നും ആരും ഉപയോഗിക്കാറില്ല. രണ്ടാമത്തെ കാര്യം, വവ്വാൽ ചപ്പി അതിൻ്റെ പഴം തിന്നിട്ട് അതിൻ്റെ തൊണ്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതാരും എടുക്കാറുമില്ല. പക്ഷേ അതിനകത്തുള്ള അതിൻ്റെ വിത്ത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായതാണ്. കാരണം ആ നാടൻ ബദാംഗായുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തേജന ശക്തി വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ പോഷക ഗുണങ്ങൾ ഏറെയും ഉള്ള ഒരു സാധനമാണ് ബദാംഗ. കാരണം ഈ വാർദ്ധക്യമായ മനുഷ്യരായ പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ഉത്തേജന ശക്തി വർദ്ധിപ്പിക്കാൻ അതരച്ച് പാലിനകത്ത് കഴിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. രണ്ടാമത് അത് തല്ലിപ്പൊട്ടിച്ച് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതൊരു 15 എണ്ണം തല്ലിപ്പൊട്ടിച്ചെടുക്കണമെങ്കിൽ അധികം നേരം എടുക്കും. ആ കൈക്കൊക്കെ തല്ലി കിട്ടാതെ എടുക്കണം. കുട്ടികൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. പക്ഷേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളാണത് തല്ലിപ്പൊട്ടിച്ച് കൂടുതലായിട്ട് കഴിക്കാറുള്ളത്. ഇന്നുള്ള കുട്ടികൾ അത് കഴിക്കാറേ അപൂർവമാണ്. കഴിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. പിന്നെ സാധാരണപ്പെട്ട കുട്ടികൾ വല്ലതും കഴിച്ചെങ്കിലായി. രണ്ടാമത്തെ കാര്യം, ഇതിനധികം സമയം അവർക്ക് കളയാനില്ല. ആ സമയത്ത് വല്ല TV കാണുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. മാതാപിതാക്കൾ ആദ്യം മനസ്സിലാക്കുക, ഈ ഒരു വിത്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. കാരണം അവരുടെ ശരീരകാന്തിക്കും ശരീരത്തിൻ്റെ ഓജസ്സിനും തേജസ്സിനും ഏറ്റവും ഗുണകരമായിരിക്കും. നമ്മൾ ഏത് ഫലം കഴിക്കുന്നോ അതിൻ്റെ ഗുണമാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. രണ്ടാമത്, ഇതിനകത്ത് മറ്റ് വിഷാംശമൊന്നും അടിച്ചതല്ല. അതുകൊണ്ട് നമ്മളിത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്.